ഓക്കെ, നമ്മളൊരു പുസ്തകത്തിൻ്റെ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ ഓക്കെ. നമ്മൾ കുറച്ചധികം മാറ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പുസ്തകത്തിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറേ വർക്കുകൾ ചെയ്യാനുണ്ടാവും, ബുക്കിൻ്റെ വർക്ക്, കുറേ മാറ്ററുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിൽ കൊടുക്കുന്നത് എല്ലാ പേജിലും ആവർത്തിച്ച് വരാനായിട്ട്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? ഞാനൊന്ന് കോപ്പി ചെയ്യട്ടെ. ഇപ്പോൾ നോക്കൂ, ഞാനിവിടെ കുറച്ച് മാറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പേജിൽ ഓരോ പേജ് നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പേജുകൾ ഇങ്ങനെ ഓപ്പണായി വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇതിലിപ്പോൾ ഓൾറെഡി എത്ര പേജ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 54 പേജ് ഓൾറെഡി ഇതിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ ജിടെക്കിൻ്റെ പേര് കൊടുക്കണം, അതേപോലെ തന്നെ MS ഓഫീസ് എന്നുള്ളൊരു ടോപ്പിക്കും കൂടി കൊടുക്കണം എന്ന് വിചാരിക്കാം. അത് എല്ലാ പേജിലും ആവർത്തിച്ച് വരേണ്ട ഒന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോഴാണ് നമ്മൾ ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഹെഡർ എന്നുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഹെഡർ യൂസ് ചെയ്യുക, ഏത് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ മോഡൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ മോഡൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം MS ഓഫീസ്. അതേപോലെ തന്നെ ഇവിടെ ജിടെക് എന്ന് കൊടുത്തു. ഞാനിപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നോക്കൂ, ഒരു പേജിലല്ലേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഇത് എല്ലാ പേജും നോക്കി നോക്കൂ, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പേജിലും ഇത് വന്നിട്ടുണ്ടോ? കണ്ട, രണ്ടാമത്തെ പേജിൽ കണ്ടില്ലേ, മൂന്നാമത്തെ പേജിൽ ഇങ്ങനെ 50 പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ 54 പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ 54 പേജിൽ വന്നിട്ടുണ്ടോ? 54 പേജിൽ ഇതേപോലെ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റിസ്ക് അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമുക്ക് ടാബിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ടാബ് നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ടാബ് സെറ്റ് ചെയ്യാം കേട്ടോ, റൂളറിൻ്റെ മേലെ. നമ്മൾ ടൈപ്പ് ചെയ്തതിനായിട്ട് മുന്നേ കൺഫ്യൂഷൻ ആവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂളറിൻ്റെ മുകളിൽ ആദ്യം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സീരിയൽ നമ്പർ ഇവിടെ വേണം, നെയിം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ റൂളറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ ഹൗസ് നെയിം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. പ്ലേസ് ഇവിടെ വേണം, പോസ്റ്റ് ഇവിടെ വേണം, പിൻകോഡ് ഇവിടെ വേണം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താലും മതി സീരിയൽ നമ്പർ, ടാബ് അടിക്കുക, നെയിം, ടാബ്, കണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു വീഴും. ഹൗസ് നെയിം ആണെങ്കിൽ ഹൗസ് നെയിം, ടാബ്, പ്ലേസ്, ടാബ്, പോസ്റ്റ്, ടാബ്, പിൻകോഡ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒന്നാണെങ്കിൽ ഒന്നടിച്ചിട്ട് ഞാൻ പേര് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ഹൗസ് നെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ടാബ് അടിക്കുക, പ്ലേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ടാബ് അടിച്ചു, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, പിൻകോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. കണ്ടോ? ഇനി എൻ്റർ അടിച്ച് അടുത്ത് 2 ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് അടിച്ചിട്ട് നമ്മൾ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ആളുടെ പേരെന്താണെന്നുണ്ടെങ്കിൽ ആ പേര് കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ടാബ് സെറ്റ് ചെയ്യാന്നർത്ഥം. ഫസ്റ്റ് ടാബ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ടാബ് സെറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, വോയിസ് സൗണ്ട് കുറവാണല്ലോ, മൈക്ക് അടുത്തല്ലേ ഇരിക്കുന്നത്? ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഓക്കെ. അല്ല, ഞാൻ സൗണ്ട് ഭയങ്കര ഇതിലാണ് കേൾക്കുന്നത്, പതുക്കെ കഴിക്കുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പം ഇനി നമുക്ക് ബാലൻസ് ഉള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി നമുക്ക് അടുത്തത് ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ആണ്. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മാർജിൻ്റെ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങി അടുത്ത മാർജിൻ വരെ ടൈപ്പിംഗ് ആണ് നടക്കുന്നത് അല്ലേ? ഒരു മാർജിൻ്റെ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയാൽ അടുത്ത മാർജിൻ വരെയാണ് ടൈപ്പ് ചെയ്ത് നടക്കുന്നത്. എന്നാൽ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. മനസ്സിലായോ?
നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ആണ്. ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് ബോക്സ്. അതിൻ്റെ ഉള്ളിൽ ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണാം. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻസ് കാണാം. അത് വെച്ച് നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ചില ഫോമുകളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ നിൽക്കുന്ന പേജുകളിൽ തന്നെ ചില ബയോഡാറ്റയുടെ പേജുകളിലൊക്കെ കാണാം. ഒന്ന് നമുക്ക് ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഷേപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ്, പേജിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് ടൈപ്പ് ചെയ്യണം. പേഴ്സണൽ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ വരിക, ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വരയ്ക്കുക. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കളർ ഉണ്ടല്ലോ, വെള്ള കളർ, ആ വെള്ള കളർ നമുക്ക് റിമൂവ് ചെയ്യാട്ടോ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഷേപ്പ് ഫില്ലിൻ്റെ ഉള്ളിൽ നോ ഫില്ല് കൊടുത്താൽ മതി. ഷേപ്പ് ഔട്ട്ലൈൻ്റെ ഉള്ളിൽ നോ ഔട്ട്ലൈൻ. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കിയൊക്കെ. പേഴ്സണൽ ഇൻഫോർമേഷൻ, ഓക്കെ. ഞാനിവിടെ നിന്ന് എന്ത് ചെയ്തു? നെയിം, നേരത്തെ പോലെ തന്നെ ടാബ് അടിച്ചു, 2 ഡോട്ട്, വീണ്ടും ടാബ് അടിച്ചു. ഞാൻ ജിജോ സംഭവം മനസ്സിലായ? എൻ്റർ അടിച്ചു. അഡ്രസ്സ് ADDRESS അഡ്രസ്സ്, ടാബ് അടിക്കുക. ഇതേപോലെ തന്നെ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ടെക്സ്റ്റ് ബോക്സ്, ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോ ടെക്സ്റ്റ് ബോക്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വരുന്നതാണ് ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ബുക്കിലൊക്കെ കാണാം, തുടങ്ങണ അക്ഷരം മാത്രം വലിയ അക്ഷരത്തിൽ വരുന്നത് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും? നമ്മൾ തുടങ്ങണ അക്ഷരം മാത്രം വലിയ അക്ഷരത്തിൽ വരുന്നത് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള കമാൻഡ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻസ് ആണെന്ത്? നമുക്ക് വേഡ് ആർട്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മോഡലുകളിലൊക്കെ കൊടുത്താൽ നമുക്ക് ആ മോഡലുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? വേഡ് ആർട്ടുകൾ, റെഡിമെയ്ഡ് ആയിട്ട് കിടക്കുന്ന കുറച്ച് വേഡ് ആർട്ടുകൾ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കാണാം സിഗ്നേച്ചർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ആണ്. നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒപ്പിടാനായിട്ട് ഒരു ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുണ്ടല്ലേ, സിഗ്നേച്ചർ ലൈൻ. ക്ലിക്ക് ചെയ്യുക, ലൈൻ, പേര് കൊടുക്കുക, നമ്മുടെ പദവി കൊടുക്കുക, എന്താണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, കണ്ടിട്ടില്ലേ? നമ്മൾ ബാങ്കിലൊക്കെ ഇതാ ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാണാം സിഗ്നേച്ചർ ലൈൻ എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? കണ്ടില്ല? അതിൽ ഫസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര്, അതായത് സൈനറുടെ പേര്, അതേപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ എന്താണ് വേണ്ടത്. ഇപ്പോൾ ജിജോ കൊമ്പൻ മാനേജർ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഡേറ്റ് ആൻഡ് ടൈം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡേറ്റും ടൈം ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഒക്കെ ഇൻസേർട്ട് ചെയ്യാട്ടോ. എല്ലാം ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ്, ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളൊരു ലോജിക്കാണ് ഇതിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഇതിൽ ഒബ്ജക്റ്റ് എന്നൊരു ഭാഗമുണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾ പെയിൻറ്റിലൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ പെയിൻറ്റിലൊക്കെ ചിത്രം വരയ്ക്കണൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലേക്ക് വേണമെങ്കിലും പോവാം. കണ്ടോ? ഇപ്പോൾ ബിറ്റ് മാപ്പ് ഇമേജ് എടുത്തു. അപ്പോൾ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വന്നു. ഞാൻ എന്ത് ചെയ്തു? ഒരു ഡിജിറ്റൽ സൈൻ ചെയ്തു. ക്ലോസ് ചെയ്തപ്പോൾ കണ്ടോ ആ സൈന് നമ്മുടെ പേജിലേക്ക് വന്നതാണ്. ഒന്നുകൂടെ പറയാം. ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ആണ്. ഇത് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബിറ്റ് മാപ്പ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ആണ്. ബിറ്റ് മാപ്പ് ഇമേജ് അത് ഓക്കെ പറയാം.
അപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. ഇനി നമ്മൾ അതിൽ എന്താണോ വരയ്ക്കുന്നത്, മനസ്സിലായ, അതിലിപ്പോൾ നമ്മൾ സൈൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പേര് എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്കവിടെ മനസ്സിലായില്ലേ, ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വേഡിലേക്ക് ഓപ്പൺ ആയി വന്നു. ക്ലിയർ ആണല്ലോ ഒബ്ജക്റ്റ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസുകൾ ഏത് വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം. എന്താ ഇക്വേഷൻസുകൾ ആവശ്യമുള്ളത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഇക്വേഷൻസ് എന്നുള്ള കമാൻഡ്. അതേപോലെ തന്നെ സിമ്പലുകൾ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള സിമ്പലുകൾ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻസേർട്ട് എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇക്വേഷൻസ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, സിഗ്നേച്ചർ ലൈൻ ഉണ്ട്. ആ പേര് പോലെ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ഇൻസേർട്ട് എന്നുള്ള ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ. ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഡിസൈനിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേജിലുള്ള മോഡലുകൾ, ഏത് മോഡലുകളാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ തീം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, തീം മൊബൈലിലെ തീമുകളൊക്കെ പറയണ പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് തീമൊക്കെ സെറ്റ് ചെയ്യാം. ഇതിലേത് മോഡൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ മോഡലിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ടെക്സ്റ്റും അതിൻ്റെ സ്റ്റൈലും അതിൻ്റെ കളറുകളൊക്കെ വരിക. അപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ശ്രദ്ധിക്കട്ടാ. ഡിസൈനിങ്ങിൻ്റെ ഉള്ളിൽ വന്നിട്ട് തീം മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ഫോണ്ടും അതിൻ്റെ ലെറ്റർ സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമ്മൾ ഫോണിൽ തീം മാറ്റില്ലേ, മൊബൈലിൻ്റെ ഉള്ളിൽ തീം മാറ്റില്ലേ, അതേപോലെ നമുക്ക് വേഡിൻ്റെ എടുക്കണ പേജിൻ്റെ തീമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? പിന്നെ ഡിസൈനിൻ്റെ ഉള്ളിൽ തീം എന്നിട്ട് ഓപ്ഷൻസ് വരും. പഴയ വേർഷൻസിൽ ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണം ഇല്ല കേട്ടോ. ഡിസൈൻ ഉണ്ടാ മെനു? ഓക്കെ, തീമില്ല അല്ലേ? അത് ചിലപ്പോൾ പേജ് ലൈഔട്ടിലാവും വന്നിട്ടുണ്ടാവുക തീം. പേജ് ലൈഔട്ട് എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ തീം, അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ തീമുകൾ സെറ്റ് ചെയ്യാം, ഏത് മോഡൽ തീമുകൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, കളറുകൾ സെറ്റ് ചെയ്യാം, ഫോണ്ടുകൾ ലെറ്റർ സ്റ്റൈലുകൾ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്പേസ് പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് അഡീഷണലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ അടിയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ വാട്ടർ മാർക്ക്? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിയിലൊക്കെ കാണാം, കണ്ടോ? മനസ്സിലായില്ലേ? അതിനാണ് വാട്ടർ മാർക്ക് എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? വാട്ടർ ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഡിസൈനിൻ്റെ ഉള്ളിൽ വാട്ടർ മാർക്ക് എന്നിട്ട് ഓപ്ഷൻസ് കാണാം, കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ? അതിൽ നമുക്ക് വേണമെങ്കിൽ വാട്ടർ മാർക്ക്, കസ്റ്റം വാട്ടർ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ജിടെക് ആടുന്നുണ്ടെങ്കിൽ ജിടെക് എന്നുള്ളതും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടാവും വാട്ടർ മാർക്ക് ക്രിയേഷൻ ആയത്. കണ്ടാവും നമ്മുടെ കമ്പനിയുടെ പേര് കസ്റ്റം വാട്ടർ മാർക്കിൻ്റെ ഉള്ളിൽ കേട്ടോ. കസ്റ്റം വാട്ടർ മാർക്കിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് കൊടുക്കുക, ഫോണ്ട് കൊടുക്കുക, സ്റ്റൈലോ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ വാട്ടർ മാർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നോ വാട്ടർ മാർക്ക്. ഇനി അതിന് പകരം നമ്മുടെ കമ്പനിയുടെ എംബ്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിക്ചർ വാട്ടർ മാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള പിക്ചറുകളില്ലേ, ആ പിക്ചറുകളൊക്കെ വേണമെങ്കിൽ വാട്ടർ മാർക്കായിട്ട് കൊടുക്കുക. ലോഗോസുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ മാർക്കായിട്ട് കൊടുക്കുക. കണ്ടോ? ക്ലിയർ ആണല്ലോ? കസ്റ്റം വാട്ടർ മാർക്കിൻ്റെ ഉള്ളിൽ കേട്ടോ നോ വാട്ടർ മാർക്ക്, പിക്ചർ വാട്ടർ മാർക്ക്. പിക്ചർ വാട്ടർ മാർക്കാണെങ്കിൽ സെലക്ട് പിക്ചർ യൂസ് ചെയ്യാം. ടെക്സ്റ്റ് വാട്ടർ മാർക്കാണെങ്കിൽ ടൈപ്പ് ചെയ്യണത് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ വാട്ടർ മാർക്കുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വാട്ടർ മാർക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? പിന്നെ പേജിൻ്റെ കളർ കൊടുക്കാം, അതേപോലെ തന്നെ പേജിന് ബോർഡറുകൾ കൊടുക്കാം. നമ്മുടെ പേജിന് ഏതെങ്കിലും നമ്മൾ ഈ അസൈൻമെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, പേജിന് ബോർഡറുകൾ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ബോർഡറുകൾ, അതിൻ്റെ സ്റ്റൈലുകൾ, അതിൻ്റെ ഫോർമാറ്റുകൾ, അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ മോഡലുകൾ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേജിൻ്റെ ബോർഡറുകളെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ? ആ ഭാഗം ക്ലിയർ ആണല്ലോ? ഡിസൈൻ എന്നുള്ള ഭാഗം മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് ലേഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻസിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, ലേഔട്ട്. അതിൽ ചിലപ്പോൾ പേജ് ലേഔട്ട് ഔട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. പഴയ വെർഷൻസിലേ ലേഔട്ടാണോ ഇനി പേജ് ലേഔട്ട് തന്നെയാണോ അതോ പേജ് ലേഔട്ടാണോ?
പേജ് ലേഔട്ട് ഡിസൈൻ കഴിഞ്ഞിട്ട് ലേഔട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ 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 അതിൽ നോക്കൂ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പേജിൻ്റെ മാർജിനുകൾ, പേജിൻ്റെ ഓറിയൻറ്റേഷൻസ്, പേജിൻ്റെ സൈസുകൾ സെറ്റ് ചെയ്യാം. അത് നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പേപ്പറിൻ്റെ സൈസ്, ഓറിയൻറ്റേഷൻസ്, മാർജിൻസ് ഒക്കെ സെറ്റ് ചെയ്യണ ഭാഗം. ഓക്കെ, പിന്നെ അതിൽ കോളം എന്നിട്ട് ഓപ്ഷൻസ് എടുക്കുന്നുണ്ടാവും. കോളം നമ്മൾ ടൈപ്പ് ചെയ്തത് ഇപ്പോൾ 2 കോളൊക്കെ വേണമെന്ന് വിചാരിക്കാം. 2 കോളായിട്ട് നമ്മുടെ പേജിൽ വരണം. ഇങ്ങനെ കണ്ടിട്ടില്ലേ, പേജ് 2 കോളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കോളം എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യും. പേജ് ലേഔട്ടിൻ്റെ ഉള്ളിൽ കോളം എന്നുള്ള, അതിലിപ്പോൾ 1 കോളാണെങ്കിൽ 1 കോളം, 2 കോളം കണ്ടില്ലേ, 3 കോളാണെങ്കിൽ 3 കോളം, ലെഫ്റ്റ് കോളം ചെറുത്, റൈറ്റ് കോളം വലുത്, അല്ലെങ്കിൽ റൈറ്റ് കോളം വലുത്, ലെഫ്റ്റ് കോളം ചെറുത്, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പേജിൻ്റെ കോളങ്ങൾ സെറ്റ് ചെയ്യാം, മാറ്ററുകളുടെ കോളങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അടുത്തത് വരുന്നതാണ് ബ്രേക്ക് എന്നിട്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജിനെ മുറിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പേജിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ബ്രേക്കിൻ്റെ ഉള്ളിൽ പേജ് ബ്രേക്ക് കണ്ടോ. ഈ ഭാഗം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ ഒരു പേജ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ബ്രേക്കിൻ്റെ ഉള്ളിലുള്ള പേജ് ബ്രേക്ക്. ഓക്കെ, പിന്നെ കോളം ബ്രേക്ക് എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കോളാക്കിയെന്ന് വിചാരിക്കാം. 2 കോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കോളാക്കിയപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് എന്തെന്ന് ഇവിടെ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കോളത്തിലേക്ക് മാറണം. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് പറയണം, കോളം ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇവിടെ നിന്ന് നേരെ കോളത്തിലേക്ക് മുറിഞ്ഞത് കണ്ട. ക്ലിയർ ആണല്ലോ. അതായത് എവിടെയാണോ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ ഇതുവരെ മതി, ഇത് അടുത്ത കോളത്തിൽ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ വന്നിട്ട് കോളം ബ്രേക്ക് പറഞ്ഞാൽ മതി കണ്ടോ. ഇപ്പോൾ നോക്കി നോക്കി, ആദ്യത്തെ കോളം കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ആയത് കണ്ടോ. ക്ലിയർ ആണല്ലോ. അത് കോളത്തിനെ ബ്രേക്ക് ചെയ്യാം, മറ്റേത് പേജിനെ ബ്രേക്ക് ചെയ്യാൻ, ഇത് കോളത്തിനെ ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്നൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡുകൾ മാത്രം മുറിഞ്ഞ് എഴുതണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഈ സപ്പോർട്ട് എന്നുള്ള വേർഡ് താഴ്ത്തിക്ക് വരണം. ബ്രേക്കിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് എന്നൊരു ഓപ്ഷൻസ് ആണ് ബ്രേക്കിൻ്റെ ഉള്ളിൽ. അതെന്താ സംഭവിച്ചാൽ, ഇപ്പോൾ ഈ സപ്പോർട്ട് എന്നുള്ളത് താഴ്ത്തിക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പാരഗ്രാഫായിട്ടാണ് മാറുക. മറിച്ച് ബ്രേക്കിൻ്റെ ഉള്ളിൽ വന്നിട്ട് ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിനെ മുറിച്ച് അപ്പുറത്തേക്ക് ഇറക്കി നിർത്തും. ഇപ്പോൾ പല സമയത്തും കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അതു എന്നുള്ളത് ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും, പിന്നെ കൊണ്ടാണ് എന്നുള്ളത് അപ്പുറത്താവുക. അപ്പോൾ അതൊരു ഒറ്റ വേർഡാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബ്രേക്കിൻ്റെ ഉള്ളിൽ വന്നിട്ട് ടെക്സ്റ്റ് റാപ്പിംഗ് ബ്രേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഷിഫ്റ്റ് എൻ്റർ അടിച്ചാലും മതി കേട്ടോ. ഷിഫ്റ്റ് എൻ്റർ, നേരത്തെ കൺട്രോൾ എൻ്റർ ആണ് അടിച്ചത് പേജിനെ ബ്രേക്ക് ചെയ്യാൻ, ടെക്സ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് എൻ്റർ അമർത്തിയാൽ മതി. ക്ലിയർ ആണല്ലോ. ബ്രേക്കിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് റാപ്പിങ്ങിൻ്റെ ഉള്ളിൽ ഷിഫ്റ്റ് എൻ്റർ. പിന്നെ പേജ് ബ്രേക്ക് കൂടാതെ നമുക്ക് സെക്ഷൻ ബ്രേക്ക് എന്നൊരു ഓപ്ഷൻസും 4 ഉണ്ട്. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ബ്രേക്കിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ അടുത്ത പേജിലേക്കായി മാറി കണ്ടല്ലോ. നെക്സ്റ്റ് പേജ്. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിൽ കണ്ടിന്യൂസ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട് കണ്ട. കണ്ടിന്യൂസ് അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ശ്രദ്ധിക്കുക, ഈ ലാസ്റ്റ് പേജിലെ കോളം ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് കോളത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്കിൻ്റെ ഉള്ളിൽ കോളം ബ്രേക്ക് കൊടുത്തപ്പോൾ കോളം ബ്രേക്കായി വന്നു. ഇനി എനിക്ക് നേരെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മളിനി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോളായിട്ട് തന്നെ വരിക അല്ലേ. അതിന് പകരം എനിക്ക് എന്ത് ചെയ്യണം, അപ്പുറത്ത് തുടങ്ങണ സ്ഥലത്തേക്ക് തന്നെ വരണം. അതായത് ഫസ്റ്റത്തെ കോളത്തിലേക്ക് തന്നെ വരണം. മനസ്സിലായ? ബ്രേക്കിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. കണ്ട, കഴ്സർ പോയിന്റ് നേരെ എവിടെയാണ് വന്നത്, നമ്മുടെ ഫസ്റ്റത്തേലാണ് വന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഇനി ഞാൻ പറയുകയാണ്, ബ്രേക്കിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് കൊടുത്തു. ഇനി കോളം ഒന്നാക്കി കൊടുക്കുക. കോളം ഒന്നാക്കി കൊടുത്തിട്ട് ഇനി ടൈപ്പ് ചെയ്ത് നോക്കിയേ. കണ്ട, നോക്കൂ,
കണ്ട ഈ പാരഗ്രാഫിൻ്റെ അടിയിൽ കണ്ടില്ലേ കറക്റ്റായിട്ട് നേരെ. അപ്പം ആദ്യത്തെ 2 കോളായിട്ടും ചെയ്തു, പിന്നത്തെ കംപ്ലീറ്റ് എന്തായി മാറി, കണ്ടിന്യൂസ് ആയി മാറും ചെയ്തു. ക്ലിയർ ആണല്ലോ? ബ്രേക്ക് ലേഔട്ടിൻ്റെ ഉള്ളിൽ ബ്രേക്കിൻ്റെ ഉള്ളിൽ കോളം ബ്രേക്ക് എന്നുള്ള കണ്ടിന്യൂസ് എന്നുള്ള ഭാഗം ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ ഈവൻ പേജ്, ഓഡ് പേജ് എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ നമ്പർ ഓഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യ അല്ലേ, 2, 4, 6, 8 അങ്ങനെ പേജുകളിലേക്ക് ബ്രേക്ക് ആവും. ഓഡ് നമ്പർ ആണെങ്കിൽ 1, 3, 5, 7. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിതിനൊരു ഇൻസേർട്ടിൽ ഒരു പേജ് നമ്പർ ഇട്ട് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ പേജ് നമ്പറിൽ, ഈ പേജ് നമ്പർ എന്ന് പറയുകയാണ് ഞാൻ പറയുകയാണ് ഈ 2ാമത്തെ പേജിൻ്റെ ഈ കോളത്തിനെ ഞാൻ ബ്രേക്കിൻ്റെ ഉള്ളിൽ ഈവൻ പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കണ്ട അത് 4ാമത്തെ പേജിലേക്കാണ് അത് ബ്രേക്ക് ആയത്. ശരിക്കും അത് 3ാമത്തെ പേജിലേക്കല്ലേ ബ്രേക്ക് ആവേണ്ടത്. അത് ബ്രേക്കിൻ്റെ ഉള്ളിൽ ഈവൻ പേജ് ആയതുകൊണ്ടാണ് അങ്ങനെ ബ്രേക്ക് ആയത്. ഓഡ് പേജ് ആണെങ്കിൽ 1, 3, 5, 7 എന്നുള്ള പേജുകളിലേക്ക് ബ്രേക്കായി മാറും. അപ്പോൾ ഈ ലേഔട്ടിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ പേജിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. പേജിനെ ബ്രേക്ക് ചെയ്യാം, കോളത്തിനെ ബ്രേക്ക് ചെയ്യാം, ടെക്സ്റ്റിനെ ബ്രേക്ക് ചെയ്യാം, നെക്സ്റ്റ് പേജിലേക്ക് ബ്രേക്ക് ചെയ്യാം, കണ്ടിന്യൂസ് ആക്കാം, ഈവൻ പേജ്, ഓഡ് പേജ്. ക്ലിയർ ആണല്ലോ? പിന്നെ ലൈൻ നമ്പറുകളാണ് അടുത്തത്. ലൈൻ നമ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈനുകൾക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. നോക്കി നോക്കൂ, കണ്ടോ ഓരോ ലൈനിനും പേജ് നമ്പർ വന്നത് കണ്ടോ, 216, 217 എന്നൊക്കെ പറഞ്ഞിട്ട് ലൈനുകൾക്കാണ് നമ്പർ വരുന്നത്. കണ്ടില്ലേ? ലൈൻ നമ്പർ എന്നുള്ള കൺസെപ്റ്റ്. ലൈൻ നമ്പർ അതിൻ്റെ ഉള്ളിൽ നണ്ണാണെങ്കിൽ ലൈൻ നമ്പറുകളൊന്നും വരില്ല. റീസ്റ്റാർട്ട് ഈച്ച് പേജ് ആണെന്നുണ്ടെങ്കിൽ ഓരോ പേജിലും 1, 2, 3 വരിക. നോക്കി നോക്കിയേ, കണ്ട അടുത്ത പേജിൽ 1, 2, 3, അടുത്ത പേജിൽ 1, 2, 3 കണ്ട. റീസ്റ്റാർട്ട് ഈച്ച് പേജ്. ഇനി സെക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സെക്ഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നിട്ട് പറയുകയാണ് ബ്രേക്കിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഈ ഇതിലേതെങ്കിലും ഒരു ബ്രേക്ക്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ഇനി ലൈൻ നമ്പറിൻ്റെ ഉള്ളിൽ വന്നിട്ട് സെക്ഷൻ നമ്പർ കൊടുത്ത് നോക്കിയാൽ റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട അവിടെ തൊട്ടിട്ട് 1, 2, 3 തുടങ്ങും. മനസ്സിലായ? അപ്പോൾ ആ പേര് പോലെ തന്നെയാണ്. ഒന്നും ഇല്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഓരോ പേജിൽ, അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ, അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫിൽ. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പാരഗ്രാഫിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കണ്ടോ? പാരഗ്രാഫിനെ ഒഴിവാക്കിയിട്ടാണ് പിന്നെ ലൈൻ നമ്പർ വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഹൈഫനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ അതുകൊണ്ടാണ് എന്ന് എഴുതുകയാണെങ്കിൽ അത് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് എന്ത് കൊണ്ടാണെന്ന് എഴുതുക അല്ലേ, മുറിഞ്ഞു വരുമ്പോൾ. അതിനെയാണ് നമ്മൾ ഹൈഫിനേഷൻ. അത് സാധാരണ എണ്ണൊക്കെ എടുക്കുന്നുണ്ടാവുക, വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇട്ട് കൊടുക്കുക. അവിടെ നോക്കി നോക്കിയേ, മനസ്സിലായ? ചില വേർഡുകൾ മുറിഞ്ഞു വന്നുള്ളതുണ്ടോ? ഫോട്ടോഗ്രാഫ് എന്നുള്ളതിൻ്റെ ഈ ഭാഗം കണ്ടോ നിങ്ങൾ, ഒരു ഹൈഫൺ വന്നതുണ്ട് അവിടെ, മനസ്സിലായ? അതിനെയാണ് നമ്മൾ ഹൈഫിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പേജിനെ ബ്രേക്ക് ചെയ്യുക, ലൈൻ നമ്പർ, ഹൈഫിനേഷൻസ്. പിന്നെ നമ്മളിതിൻ്റെ ഇൻഡെക്സ് ആണ്. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ഇതിൽ പറഞ്ഞിരുന്നു. ഇൻഡെക്സ് നമുക്ക് നീക്കാം. കണ്ടോ? പേജിനെ ഇങ്ങോട്ട് നീക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, റൈറ്റ് സൈഡിലേക്ക് കുറയ്ക്കണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കുറയ്ക്കാം. ഓരോ പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓരോ പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. കണ്ട, ഓരോ പാരഗ്രാഫുകൾ കഴിഞ്ഞിട്ടുള്ള അകലങ്ങൾ കൂട്ടാം, കുറയ്ക്കാം. ഇതൊക്കെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് അതിൽ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കേസുകളാണ് കേട്ടോ. പിന്നെ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്താൽ വിചാരിക്കാം. ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എവിടെ വേണം, ഇപ്പോൾ പേജിൻ്റെ ടോപ്പിൽ വേണോ, സെൻറ്ററിൽ വേണോ, റൈറ്റിൽ വേണോ, അങ്ങനെ ബോട്ടണിൽ വേണോ, അങ്ങനെയൊക്കെ പൊസിഷൻസുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാപ്പ് ടെക്സ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബയോഡാറ്റയുടെ ഉള്ളിൽ ഫോട്ടോ നീക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും നമ്മൾ പറഞ്ഞതായിരുന്നു. ഇനി ഉള്ളതാണ് ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ്. ഇത് ഞാനിതിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ
ഒരു 2 പിക്ചർ എടുത്തിട്ടുണ്ട്, 3 പിക്ചർ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ ടൈറ്റാക്കി എല്ലാ പിക്ചറുകളെയും സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ ടൈറ്റാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു കണ്ടോ ഈ പിക്ചറിൻ്റെ മേലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ നമുക്കത് മനസ്സിലാവാൻ വേണ്ടി ഞാനതിൻ്റെ കളറൊന്ന് മാറ്റാട്ടോ. ഒന്നിന് കളർ കൊടുത്തു, ഒന്നിന് വേറെ കളർ കൊടുത്തു. ഇതൊക്കെ പിക്ചറിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. എനിക്ക് ഈ അടിയിൽ കിടക്കുന്ന പിക്ചറില്ലേ അത് മേലേക്ക് വരണം. അപ്പോൾ നമ്മൾ ഈ ലേഔട്ടിൻ്റെ ഉള്ളിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്നിട്ട് ഓപ്ഷൻസ് കാണാം. കണ്ടോ ഈ ബ്രിങ് ടു ഫോർവേഡ്, സെൻഡ് ടു ബാക്ക്വേഡ് എന്നൊക്കെ കിടക്കുന്നതിൻ്റെ അവിടെ കാണാം. കണ്ടോ പൊസിഷൻ റാപ്പ് ടെക്സ്റ്റ് കഴിഞ്ഞാൽ ഈ ലേഔട്ടിൻ്റെ ഉള്ളിൽ അത് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ടു ഫോർവേഡ്, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ഫോർവേഡ്, സെൻഡ് ടു ബാക്ക്വേഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ബ്രിങ് ടു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള കമൻറ്റ് കൊടുക്കാം. ഇനി ഒരെണ്ണം മാത്രം ഫ്രണ്ടിലേക്ക് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ബ്രിങ് ടു ഫോർവേഡ് യൂസ് ചെയ്യാം. ഒരെണ്ണം മാത്രം ബാക്കിലേക്ക് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ സെൻഡ് ടു ബാക്ക്വേഡ് യൂസ് ചെയ്യാം. കണ്ടാ ഒരെണ്ണം തന്നെ ബാക്കിലേക്ക് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ സെൻഡ് ടു ബാക്ക് എന്നുള്ള കമൻറ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? പിന്നെ സെലക്ഷൻ പാനലാണ്. പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണാക്കാം, ഓഫാക്കാം. അതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്, ഇത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതൊന്നുമല്ല. ഒരു ഓപ്ഷൻസ് കൂടി ഉണ്ട് ഇതിൽ, അലൈൻമെൻറ്റ് എന്നിട്ടൊരു ഓപ്ഷൻസ്. ശ്രദ്ധിക്കുക, അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ 2 പിക്ചർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഒന്നീ പിക്ചറും രണ്ടും കൂടി സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെൻറ്റിൻ്റെ ഉള്ളിൽ അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, അലൈൻ ടോപ്പ്, കണ്ട അലൈൻ മിഡിൽ. ക്ലിയർ ആണല്ലോ? നമ്മൾ ഓരോന്ന് രണ്ടും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. ആദ്യത്തെ പിക്ചറും ക്ലിക്ക് ചെയ്യണം, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് രണ്ടാമത്തെ പിക്ചറും ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഇതൊക്കെ ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? പിന്നെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിക്ചറും കൂടി ഒന്നായി ഉണ്ടല്ലോ. അതുപോലെ അൺഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. റൊട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ റൊട്ടേഷൻ ചെയ്യാനും പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനിയാണ് നമുക്ക് വേർഡിലെ കുറച്ച് വർക്കുകൾ ബേസ്. ഇതുവരെ നമ്മളതിൻ്റെ സെറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ള വർക്കുകൾ സെറ്റ് ചെയ്യുന്നതാണ് റെഫറൻസ് എന്ന് എടുക്കുന്ന ഒരു ഭാഗം. ഇവിടെ നിന്ന് റെഫറൻസിലും മെയിലിങ്ങിലുമാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ എടുക്കുന്നത്. മറ്റേതൊക്കെ അതിൻ്റെ സെറ്റിങ്സുകളാണ്. ഇനി നോക്കാം. റെഫറൻസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വരുന്നത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസാണ്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നമ്മളൊരു ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, ഇന്ന ചാപ്റ്റർ ഇത്രാമത്തെ പേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? ബുക്ക് വർക്കൊക്കെ ആകുമ്പോൾ ഇൻഡെക്സ് എന്ന് പറയാം. മനസ്സിലായ? അതായത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 34 പേജ് എടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടാം. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 66 പേജ് ഇതിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ 66 പേജിനെ ഞാൻ ഫസ്റ്റത്തെ പേജിൽ, അതായത് ഇപ്പോൾ ഫസ്റ്റിൽ വയ്ക്കുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചാൽ താഴ്ത്തേക്ക് വരും. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഹോമിൽ ഹെഡിങ് 1 ആക്കി കൊടുത്തു. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റൈലുകൾ ഹെഡിങ് ആക്കി കൊടുത്തുട്ടാ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ എടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ പേജിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കാണുന്ന പേജിലാണ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റർ അടിച്ചു. എന്നിട്ട് അത് മേലെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനെ ഞാൻ സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, ഹോമിൻ്റെ ഉള്ളിൽ ഹെഡിങ് 1 ആക്കി കൊടുത്തു. കണ്ടോ? ഹെഡിങ് 1 ആക്കി കൊടുത്തു. ഇനി അടുത്ത ചാപ്റ്റർ എടുക്കുന്നത് ഈ പേജിലാണ് വിചാരിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിതേപോലെ തന്നെ ചാപ്റ്റർ 3 കൊടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്തു, ഹെഡിങ് 1 ആക്കി കൊടുത്തു ഹോമിൽ. ഓക്കെ, ഇനി എനിക്കിതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇതിൻ്റെ ഇൻഡെക്സ് വരണം. മനസ്സിലായ? അതിനായിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ടിലൊരു പേജ് വരണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഫ്രണ്ടിലൊരു പേജ് അഡീഷണൽ ആയിട്ട് വരാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഫസ്റ്റിൽ
ഫസ്റ്റിൽ വെച്ചിട്ടേ ഒരു പേജ് ബ്രേക്ക് കൊടുത്താൽ മതി, കൺട്രോൾ എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലാണ് പേജ് വരിക. കണ്ടോ? ക്ലിയർ ആണല്ലോ? കൺട്രോൾ എൻ്റർ, എന്നല്ല, കൺട്രോൾ എൻ്റർ, പേജ് ബ്രേക്ക്. ചാപ്റ്ററിൻ്റെ മുന്നിൽ വെക്കുക, ചാപ്റ്ററിൻ്റെ മുന്നിൽ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ എന്നുള്ള കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മുന്നിലൊരു പേജ് ഇൻസേർട്ട് ആവും. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടെ കാണിക്കുക, അവിടെ ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ ഇതായി ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ വെക്കുക, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറി ഇവിടെ പേജ് കണ്ട, ഫ്രണ്ടിലൊരു പേജ് വന്നു. കണ്ടോ? അതിനെയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ റെഫറൻസിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ? അതിലേതെങ്കിലും ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ്, റെഫറൻസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കാണാം ടേബിൾ ഓഫ് കണ്ടൻറ്റ്. കണ്ടോ? അതിൻ്റെ ഉള്ളിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കി നോക്കി ചാപ്റ്റർ 1 ഇത്രാമത്തെ പേജിൽ, ചാപ്റ്റർ 2 ഇത്രാമത്തെ പേജിൽ, ചാപ്റ്റർ 3 ഇത്രാമത്തെ പേജിൽ എന്നിട്ട് വന്നേണ്ടാ. അത് ഹെഡിങ് ആക്കി കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അത് ആക്റ്റീവായി മാറുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വേറെ പേജിൽ, ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു 56ാമത്തെ പേജിൽ ചാപ്റ്റർ 4 കൊടുക്കുക എന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കുക, ഞാനിവിടെ ചാപ്റ്റർ 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ചാപ്റ്റർ 4 സെലക്ഷൻ ചെയ്യുക, ഹോമിൻ്റെ ഉള്ളിൽ ഹെഡിങ് ആക്കി കൊടുക്കുക, ഹെഡിങ് ആക്കി കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഞാനിവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. കണ്ട, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ കണ്ട, 57ാമത്തെ പേജിൽ 4ാമത്തെ ചാപ്റ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് റെഫറൻസിൻ്റെ ഉള്ളിലുള്ള ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരുന്നത്. അതായത് നമ്മൾ ബുക്ക് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്, കുറേ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെഡിങ്ങുകൾക്കൊക്കെ ഹെഡിങ് സ്റ്റൈൽ കൊടുത്ത് ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതേപോലെ തന്നെ അടുത്തത് വരുന്നതാണ് ഫൂട്ട് നോട്ട്, എൻഡ് നോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ബുക്കുകളിലൊക്കെ കാണുന്ന ഒരു ഓപ്ഷൻസ് ആണ്. ഏതെങ്കിലും ഒരു വേർഡിനെ കുറിച്ചിട്ട് അതിൻ്റെ മേലെ വല്ല സിമ്പലുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ അടിയിൽ കൊടുക്കുന്നതൊക്കെ ഈ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം. ഇപ്പോൾ ഈ ഫിസിക്കൽ എന്നുള്ള ഭാഗത്ത് ഞാൻ ഫൂട്ട് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, അതിനെക്കുറിച്ചിട്ടുള്ള എന്താണോ മീനിങ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് സെലക്ഷൻ ചെയ്യാം, റെഫറൻസിൻ്റെ ഉള്ളിൽ തന്നെ ടേബിൾ ഓഫ് കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് കാണാം. കണ്ടല്ലോ? ക്ലിയർ അല്ലേ? ആ ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ അടിയിൽ വരാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഫൂട്ട് നോട്ട്. എൻഡ് നോട്ട് ആണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ഡോക്യുമെൻ്റ് ആണ്, അതായത് ഏറ്റവും അവസാനത്തെ പേജിലാണ് വരിക. രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഫൂട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന പേജ് ഏതാണോ ആ പേജിൻ്റെ അടിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്നാൽ എൻഡ് നോട്ട് ആണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ഡോക്യുമെൻ്റ് ആണ്, അതായത് ഇൻസേർട്ട് എൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പേജിലാണ് വരിക. അതായത് ഇപ്പോൾ 100 പേജ് ഉണ്ടെങ്കിൽ 100ാമത്തെ പേജിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വരിക. ക്ലിയർ ആണല്ലോ? അതാണ് ഇൻസേർട്ട് ഫൂട്ട് നോട്ടും എൻഡ് നോട്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അതിൽ നെക്സ്റ്റ് ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഫൂട്ട് നോട്ടിലേക്ക് പോകും. ഷോ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നോട്ടും കാണിച്ചു തരും. ഇൻസേർട്ട് ഫൂട്ട് നോട്ട്, എൻഡ് നോട്ട്, നെക്സ്റ്റ് ഫൂട്ട് നോട്ട്, ഷോ നോട്ട്. ഓക്കെ. ഇതേപോലെ തന്നെയാണ് പിക്ചറുകൾക്കും നമുക്ക് പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിട്ടാ, ഞാനിവിടെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ടിൽ പിക്ചർ, ഏതെങ്കിലും ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തു. അതിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി, പിക്ചർ കോർണറിൽ പിടിച്ചിങ്ങനെ ചെറുതാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് റെഫറൻസിൽ ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, കണ്ടല്ലോ? അതിൽ നമ്മളൊരു പേര് കൊടുത്തു, ഫിഗർ 1 എന്നുള്ള പറഞ്ഞിൽ ഒരു പേര് കൊടുത്തു. ഇനി അടുത്ത പിക്ചർ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ വീണ്ടും അടുത്തൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്തു. അതിനെ ഞാൻ ചെറുതാക്കിയിട്ട് നേരെ റെഫറൻസിൻ്റെ ഉള്ളിൽ പോവുക, ഇൻസേർട്ട് ക്യാപ്ഷൻ കൊടുക്കുക.
അടുത്തൊരു പേര് കൊടുത്തു, ഓക്കെ പറഞ്ഞു. ഇനി വേറെ പേജിൽ ഒരു പിക്ചറും കൂടി ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ടിൽ എന്താണോ ക്യാപ്ഷൻ എന്നുള്ളത്? എന്താ റെഫറൻസിൻ്റെ ഉള്ളിൽ തന്നെ സൈറ്റേഷൻ എടുക്കുന്നതാണോ? അതല്ല അതന്നെ അത് കൊടുക്കാൻ മതി. റെഫറൻസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നമുക്ക് എടുക്കണ്ടാവുക. സൈറ്റേഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് വരുന്നത്, ബിബ്ലിയോഗ്രാഫി കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്. ഇൻസേർട്ട് ഫുട് നോട്ട്, എൻഡ് നോട്ട്, അത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് സൈറ്റേഷൻ, അത് കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളത് ക്യാപ്ഷൻ. ഞാൻ ബിബ്ലിയോഗ്രാഫി പറഞ്ഞിട്ടില്ല, ബിബ്ലിയോഗ്രാഫി ഇത് പറഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ. അതിൽ ക്യാപ്ഷൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ആദ്യം ടേബിൾ ഓഫ് കണ്ടന്റ് പറഞ്ഞു, പിന്നെ ഫുട് നോട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ ക്യാപ്ഷനാണ് പറഞ്ഞത്. സൈറ്റീസൺ ആൻഡ് ബിബ്ലിയോഗ്രാഫിഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ പറയാം. ഇനി എന്ത് ചെയ്യാം, ഇതിന് ഞാൻ റെഫറൻസിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതേപോലെ ഇൻസേർട്ട് ക്യാപ്ഷൻ എന്നുള്ള മൂന്നാമത്തെ പേര് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ പറഞ്ഞു. അപ്പോൾ മൂന്ന് പിക്ചറിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് നേരത്തെ നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ് അല്ലേ ചെയ്തത്, അതിന് പകരം ഇൻസേർട്ട് ടേബിൾ ഓഫ് ഫിഗേഴ്സ് ക്യാപ്ഷൻസിന്റെ മുകളിലായിട്ട് കാണാം. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഫിഗേഴ്സ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നേരം നമ്മൾ ചിത്രം പേജ് ഇത്ര ഹെഡിങ് ഇത്ര പേജിലെന്ന് പറഞ്ഞത്, ഇവിടെ കാണിക്കുന്നത് ചിത്രം 1 ഇന്ന ഫയൽ ഇത്രാമത്തെ പേജിൽ, ചിത്രം 2 ഇന്നത് ഇന്നാമത്തെ ഫയൽ, ചിത്രം 3 ഇന്നത് ഇത്രാമത്തെ ഫയലിൽ എന്നുകൊണ്ട് കാണിച്ചു. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? നേരത്തെ നമ്മൾ ഹെഡിങ്ങുകൾക്കാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് ടേബിൾ ഓഫ് കണ്ടന്റ്. ടേബിൾ ഓഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറുകൾക്ക് പേര് കൊടുക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആണല്ലോ? വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുക, പിക്ചറിന് നമ്മളൊരു ഇൻസേർട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ട് അവിടെ ഫിഗർ 1 എന്ന് പറഞ്ഞൊരു പേര് കാണാം, അതിനൊരു ഫയലിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെറുതെ എൻ്റർ ചെയ്തതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ എന്താണോ ഫോട്ടോസ് എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസിന് അനുയോജ്യമായിട്ടുള്ള പേര് കൊടുത്തോളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ല. ഇതും നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ വേറൊരു പിക്ചറും കൂടി ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇൻസേർട്ടിലെ പിക്ചർ, അടുത്തൊരു പിക്ചറും കൂടി ഞാൻ ഇൻസേർട്ട് ചെയ്തു. പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, റെഫറൻസിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇൻസേർട്ട് ക്യാപ്ഷൻ വീണ്ടും കൊടുത്തു, ഇതിനൊരു പേര് കൊടുത്തിട്ട് നാലാമത്തെ ഫിഗറിനൊരു പേര് കൊടുത്ത് ഓക്കെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിക്ക് ചെയ്യുക, കണ്ട അപ്ഡേറ്റ് ടേബിള് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നാലാമത്തെ ഫിഗറും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ പിക്ചറിന് പേര് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഈ ക്രോസ് ഇൻസേർട്ട് ക്യാപ്ഷൻ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിൽ നമുക്കൊരു ക്രോസ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഞാൻ എന്താണ് ക്രോസ് റെഫറൻസ് എടുക്കാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ? ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ക്രോസ് റെഫറൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ക്രോസ് റെഫറൻസിനെ കുറിച്ച് അറിയുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്താണ് ക്രോസ് റെഫറൻസ് എന്നുള്ളത് നോക്കാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ടേ ചിത്രം 1ലേക്ക് പോകണം. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് പറയാണ് റെഫറൻസ് ചിത്രം 1:1 നോക്കുക. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ആ ചിത്രത്തിലേക്ക് ഒരു റെഫറൻസ് പോകണം, ക്രോസ് ചെയ്യണം. മനസ്സിലായ? അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ റെഫറൻസിൻ്റെ ഉള്ളിൽ ക്രോസ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. കണ്ട? അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിത്രമല്ലേ കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ ഫിഗർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. കണ്ട? ഫിഗർ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ? ആ റെഫറൻസിൻ്റെ ഉള്ളിൽ ക്രോസ് റെഫറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഫറൻസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. അതിൽ കുറേ റെഫറൻസുകളുണ്ട്. ഇപ്പോൾ ഹെഡിങ്, ബുക്ക് മാർക്ക്, ഫുട് നോട്ട്, എൻഡ് നോട്ട്, അതേപോലെ തന്നെ ഇക്വേഷൻസ് എന്നൊക്കെ ഉള്ളതിൻ്റെ അടിയിലായിട്ട് കാണാം ഫിഗർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. കണ്ടോ? അത് കഴിഞ്ഞാൽ
ഫിഗർ. കഴിഞ്ഞാൽ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് സെപ്പറേറ്റ് നമ്പർ നമ്പേർഡ് ഐറ്റം. അതിലല്ല നമ്മുടെ ഈ ഇൻസേർട്ട് ടേബിൾ ഓഫ് ഫിഗേഴ്സ് എടുത്തതിൻ്റെ അടിയിൽ ഒരു ക്രോസ് റെഫറൻസ് കണ്ട. അതിൻ്റെ അടിയിൽ ക്രോസ് റെഫറൻസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെഫറൻസ് ടൈപ്പ് എന്നിട്ട് ഓപ്ഷൻസ് കണ്ട. നമ്പേർഡ് ഐറ്റം, ഹെഡിങ്, നമ്പേർഡ് ഐറ്റം, ഹെഡിങ്, ബുക്ക്മാർക്ക്, ഫുട്നോട്ട്, എൻഡ്നോട്ട്, ഇക്വേഷൻ. അതിന്റെ അടിയിൽ ഒരു ലാശം കൂടി അടിയിലേക്ക് ഇറക്കി ആ ഏരോ കാണാം. അതിലത്തെ ഫിഗർ മനസ്സിലായ? ഓക്കെ, അതായത് ചിത്രങ്ങൾക്ക് നിങ്ങൾ പേര് കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ, എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഫിഗർ എന്നുള്ള പേര് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഫിഗർ 4 ആണെന്നുണ്ടെങ്കിൽ ഫിഗർ 4 എന്നുള്ളത് ഞാൻ എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഫിഗർ 1 ആണെന്നുണ്ടെങ്കിൽ ഫിഗർ 1 എടുത്തിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും കണ്ടോ. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തൊരു ലിങ്ക് വന്നത് കണ്ടോ അവിടെ. ഇതിനെ നമുക്ക് കൺട്രോൾ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ചിത്രത്തിലേക്ക് റെഫറൻസിലേക്ക് പോകും കണ്ടോ. ക്ലിയർ ആണല്ലോ? അതായത് നമ്മൾ ഈ ബുക്കിലൊക്കെ കാണാം, ഒന്നാമത്തെ പിക്ചർ ചിലപ്പോൾ ഒരു 3ാമത്തെ പേജിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആ പിക്ചറിനെ കുറിച്ചുള്ള റെഫറൻസ് എപ്പോഴെങ്കിലും 20ാമത്തെ പേജിലോ 25ാമത്തെ പേജിലൊക്കെ ഉണ്ടെങ്കിൽ അവരതിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ചിത്രം 1 നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആ 20ാമത്തെ പേജിൽ നിന്ന് ഒരു റെഫറൻസ് നേരെ 4ാമത്തെ പേജിലേക്ക് വരണം. മനസ്സിലായല്ലോ? മനസ്സിലായ? അതിനെയാണ് ക്ലോസ് റെഫറൻസ് എന്നുള്ള. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഫിഗർ മാത്രമല്ല എന്ന് ബുക്ക് മാർക്ക് ചെയ്യാം, ഫുട് നോട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, എൻഡ് നോട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ക്രോസ് റെഫറൻസ് കൊടുക്കാം, ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ക്രോസ് റെഫറൻസ് കൊടുക്കാം, ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളിലേക്ക് ക്രോസ് റെഫറൻസ് കൊടുക്കാം. എന്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ വരുന്നതാണ് അടുത്ത് വരുന്നൊരു ഓപ്ഷൻസ് ആണ് മാർക്ക് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ മാർക്ക് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേർഡ് സെലക്ഷൻ ചെയ്ത് വെച്ചിട്ടേ വെച്ച് കൊടുത്ത് മാർക്ക് എൻട്രി കൊടുക്കുക, മാർക്ക് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ വലിയ വലിയ ബുക്കുകളിലൊക്കെ അവസാനം ഇന്ന ടെക്സ്റ്റ് ഇത്രാമത്തെ പേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നത്. ഈ വലിയ വലിയ കട്ടിയുള്ള വല്ല പ്രോഗ്രാമിങ്ങിൻ്റെ ബുക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ ഉണ്ടെങ്കിൽ ഇന്ന വേർഡ് പരിചയപ്പെടുത്താനായിട്ട് ഇന്ന വേർഡ് ഇത്രാമത്തെ പേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായ? ജസ്റ്റ് സെലക്ഷൻ ചെയ്യുക, മാർക്ക് എൻട്രി കൊടുക്കുക, മാർക്ക് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ നിന്നിട്ട് പറയുകയാണ്, പേജിൻ്റെ അവസാനമാണ് ശരിക്കും മാർക്ക് എൻട്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കില്ല, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇൻസേർട്ട് ഇൻഡെക്സ് കൊടുക്കുക, അതിൽ ക്ലാസിക് എന്നുള്ള മോഡൽ എടുത്തിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്കിയേ, എ എന്നുള്ള സെലക്ഷൻ്റെ കീഴിലെ അപ്പോയിൻമെൻറ്റ് 31ാമത്തെ പേജിൽ കണ്ട, സി എന്നുള്ള സെലക്ഷൻ പിന്നത് ഇത്രാമത്തെ പേജിൽ, ഇ എന്നുള്ള സെലക്ഷനിലുള്ള വാക്കുകൾ ഇത്രാമത്തെ പേജിൽ, എസ് എന്നുള്ള വേർഡിൻ്റെ സ്ക്രാപ്പ് എന്നുള്ള വേർഡ് ഇത്രാമത്തെ പേജിൽ. അതായത് ഒരു ബ്രേക്ക് ഇത് ചെയ്യണം, അത് സെക്ഷൻ മാർക്ക് ചെയ്യണം, ഇന്ന ടെക്സ്റ്റുകൾ ഇത്രാമത്തെ പേജിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായ? അതായത് നമ്മളൊരു വലിയ വർക്കൊക്കെ ചെയ്യുമ്പോഴേ അതിലേതെങ്കിലും പരിചയമില്ലാത്ത വേർഡുകൾ നമുക്ക് ഏത് പേജിലാണെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ഒക്കെ ഈ വലിയ വലിയ ബുക്കുകളൊക്കെ ചെയ്യുന്ന കഥാകാരന്മാരൊക്കെ എഴുതുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതേപോലെയൊക്കെ മാർക്ക് ചെയ്യുന്നത് കാണാം. മാർക്ക് എൻട്രി എന്നാണ് പറയുന്നത്. ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ഏത് ടെക്സ്റ്റാണോ നമ്മൾ മാർക്ക് എൻട്രി ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വേർഡ് സെലക്ഷൻ ചെയ്യുക, എന്നിട്ട് മാർക്ക് എൻട്രി കൊടുക്കുക, മാർക്ക് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത വേർഡ് ഏതാണെന്നുണ്ടെങ്കിൽ ആ വേർഡ് സെലക്ഷൻ ചെയ്യുക, മാർക്ക് എൻട്രി കൊടുക്കുക, മാർക്ക് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. അടുത്ത വേർഡ് ഏതാണെന്നുണ്ടെങ്കിൽ ആ വേർഡ് സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുക്കുക, മാർക്ക് എൻട്രി കൊടുക്കുക, മാർക്ക് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ മാർക്ക് എൻട്രി ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത കാരണം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്ഡേറ്റ് ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട നമ്മൾ അഡീഷണലായിട്ട് കൊടുത്തിട്ടുള്ള ഭാഗം കൂടി അവിടെ മാർക്ക് ചെയ്ത് കണ്ട.
ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ മാർക്ക് എൻട്രി എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പാരഗ്രാഫുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യിക്കാം. പാരഗ്രാഫുകളെ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, അപ്പോൾ ഇവിടെ നിന്നിട്ട് പറയുകയാണ് ഈ പാരഗ്രാഫിനെ ഞാനൊന്ന് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിന് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. നേരത്തെ നമ്മൾ ഒരു ടെക്സ്റ്റിനല്ലേ മാർക്ക് ചെയ്തത്, അതിന് പകരം ഒരു സെൻറ്റൻസിന് വേണമെങ്കിൽ മാർക്ക് സിറ്റിസൺ വഴി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 160 പേജുള്ള കുറ്റപത്രമാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറ്റപത്രത്തിലെ കേസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിലെ മെയിനായിട്ടുള്ള പോയിന്റ് മാത്രം നമുക്ക് ഹെഡിങ് ആക്കേണ്ടി വരും ചിലപ്പോൾ. മനസ്സിലായ? അതായത് ഒരു വേർഡല്ലാതെ ഒരു സെൻറ്റൻസ്, ഇപ്പോൾ ഇന്ന ആൾ ഇന്ന കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റപത്രത്തിലെ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്ക് ഇതേപോലെ മാർക്ക് സിറ്റിസൺ വഴി മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്നുകൊണ്ട് ആ ഇൻസേർട്ട് ഇൻഡെക്സിന് പകരം ഇൻസേർട്ട് ടേബിൾ ഓഫ് ഓതറൈസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ആ കണ്ട ഇന്നത് ഇത്രാമത്തെ പേജിൽ, ഇത്രാമത്തെ സെൻറ്റൻസ് ഇത്രാമത്തെ പേജിൽ, ഇത്രാമത്തെ സെൻറ്റൻസ് ഇത്രാമത്തെ പേജിൽ എന്നുള്ളത് വേണം. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് മാർക്സ്. മറ്റേത് ഒരു ടെക്സ്റ്റിനെ മാത്രം മാർക്ക് ചെയ്യാനായിട്ട് മാർക്ക് എൻട്രി, ഒരു സെൻറ്റൻസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് സിറ്റീസ് എന്നുള്ളൊരു ഓപ്ഷൻസ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെഫറൻസിൻ്റെ ഉള്ളിൽ. ആദ്യം നമ്മൾ പറഞ്ഞത് ടേബിൾ ഓഫ് കണ്ടന്റ്, അതായത് നമ്മൾ പുസ്തകമൊക്കെ തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഡെക്സ് ഒക്കെ കാണില്ലേ, അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ടേബിൾ ഓഫ് കണ്ടന്റ്. പിന്നെ ഫുട് നോട്ട്, എൻഡ് നോട്ട്, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, മാർക്ക് എൻട്രി, അതേപോലെ തന്നെ മാർക്ക് സിറ്റിസൺസ്. ഒരു ഓപ്ഷൻസും കൂടി നമുക്ക് ഇതിൽ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ബിബ്ലിയോഗ്രാഫി എന്നുള്ളൊരു കൺസെപ്റ്റ്. എന്താണ് ബിബ്ലിയോഗ്രാഫി? കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ? ബിബ്ലിയോഗ്രാഫി എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ബിബ്ലിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരു വിവരണം എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് അതിൽ ശരിക്കും വരിക അല്ലേ? വിവരണം എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ബിബ്ലിയോഗ്രാഫി സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ബുക്കിനെ കുറിച്ചിട്ട്, ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള വർക്കിനെ കുറിച്ചുള്ള ഒരു ബിബ്ലിയോഗ്രാഫി സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യണത് ഇൻസേർട്ട് സിറ്റിസൻ്റെ ഉള്ളിൽ ആഡ് ന്യൂ സോഴ്സ് എന്നൊരു ഭാഗം കാണാം. കണ്ടല്ലോ? ഇൻസേർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻസേർട്ട് സിറ്റിസൺ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ആഡ് ന്യൂ സോഴ്സ് എന്നൊരു ഓപ്ഷൻസ് കാണാം. അതിൻ്റെ ഉള്ളിൽ നമ്മളെ റിപ്പോർട്ടുകളെ കുറിച്ചിട്ട് എന്താണോ നമ്മുടെ സോഴ്സ് അതിനെക്കുറിച്ചിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒരു ബുക്കാണെന്നുണ്ടെങ്കിൽ ആരാണ് ബുക്കിൻ്റെ ഓതർ, ആരാണ്, ബുക്കിൻ്റെ പേരെന്താണ്, സംഭവം മനസ്സിലായ? അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഏത് ഇയറിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഏതാണ് സിറ്റി, ഓക്കെ, പബ്ലിഷർ, ബുക്ക് ആരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായല്ലോ? പിന്നെ ഷോ ഓൾ ബിബ്ലിയോഗ്രാഫി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. കണ്ട, കേരള, ഇന്ത്യ, എല്ലാ ഡീറ്റെയിൽസും അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എഡിറ്റർ ആരെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര്, ബുക്കിൻ്റെ വോളിയം, നിങ്ങൾ കണ്ടിട്ടില്ല എത്രാമത്തെ വോളിയം ബുക്കാണ്, നമ്മൾ ഇത്ര ഇങ്ങനെ മാഗസീൻ മാസികകളൊക്കെ ഇറങ്ങണ പോലെ ഇറങ്ങണ ഫയലുകൾ ഉണ്ടാവും. എത്ര വോളിയുള്ള ബുക്കാണ്, അത് ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, വേറെ തർജ്ജമ ചെയ്തിട്ടുണ്ടോ, ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇയർ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ പറയാം. ഇനി അത് എങ്ങനെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണത് ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ട, അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മോഡൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ ബുക്കിനെ കുറിച്ചിട്ടുള്ള ബിബ്ലിയോഗ്രാഫി അവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഈ വേറെ ആൾക്കാരുടെ ബുക്കുകളിൽ നിന്നൊക്കെ നമ്മൾ വല്ല ആർട്ടിക്കിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണ സമയത്ത് അത് ഇന്ന ആളുടെ ബുക്കിൽ നിന്ന് ഇന്ന ഫയലിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവരണം നമ്മൾ റിപ്പോർട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണാം. മനസ്സിലായ? അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ് എന്ത്, ബിബ്ലിയോഗ്രാഫി എന്നുള്ള കമാൻഡ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻസേർട്ട് സിറ്റിസൺ വഴി ആഡ് ന്യൂ സോഴ്സ് കൊടുക്കുക. അതിലിപ്പോൾ ബുക്ക് എന്ന് മാത്രമല്ല കേട്ടോ, സെക്ഷൻ ഉണ്ട്, ജേണൽ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, കണ്ട ആർട്ടിക്കിൾ ഉണ്ട്, നോക്കി കണ്ട റിപ്പോർട്ടുകളുണ്ട്,
അതുപോലെ കോൺഫറൻസിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ബിബ്ലിയോഗ്രാഫി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, ആ ശരി ശരി. ഇത് വെച്ചിട്ടാണ് ചെയ്യുക ഏട്ടാ. റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വേറൊരാളുടെ ബുക്കിൽ നിന്ന് ഫയലുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ബിബ്ലിയോഗ്രാഫി സെറ്റ് ചെയ്യുക. അതിൻ്റെ ആ ലോജിക്ക് മനസ്സിലായില്ലേ? എന്താണ് ബിബ്ലിയോഗ്രാഫി എന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബുക്കിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു ജേണലാണോ, അല്ലെങ്കിൽ ആർട്ടിക്കിളാണോ, അല്ലെങ്കിൽ റിപ്പോർട്ടാണോ, എന്തായാലും ഇപ്പോൾ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിനോട് ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുക. കണ്ട, ടൈറ്റിൽ, ഇയർ, പബ്ലിഷർ, സിറ്റി. ഇപ്പോൾ സെക്ഷൻ ആണെങ്കിൽ ബുക്ക് സെക്ഷൻ, കണ്ട ബുക്കിൻ്റെ ടൈറ്റിൽ കാര്യങ്ങൾ. ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിളിനെ കുറിച്ചിട്ടുള്ള കണ്ട ഓതർ, ടൈറ്റിൽ, ജേണൽ നെയിം, ഇയർ, പേജ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ. കോൺഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നോക്കി ഏത് കോൺഫറൻസ് നെയിമിൽ നിന്നാണ്. അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ പേജിലേക്ക് ബിബ്ലിയോഗ്രാഫീനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇനി അത് കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡിസൈൻ ഇൻസൈഡിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈനും ലേഔട്ടും വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഈ 4 മെനു ഇന്ന് എടുക്കാനായിട്ട് പറ്റിയത്. ഡിസൈന്, ലേഔട്ട്, റെഫറൻസ്. അതിൽ റെഫറൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആദ്യം ടേബിൾ ഓഫ് കണ്ടൻറ്റ് പറഞ്ഞു, പിന്നെ ഫുട് നോട്ട് പറഞ്ഞു, പിന്നെ ഇപ്പോൾ ബിബ്ലിയോഗ്രാഫീനെ കുറിച്ചുള്ള പറഞ്ഞു, പിന്നെ പിക്ചറുകൾക്ക് പേര് കൊടുക്കണ ക്യാപ്ഷൻ പറഞ്ഞു, ഇൻഡെക്സ് പറഞ്ഞു, ടേബിൾ ഓഫ് മാർക്ക് എൻട്രി, മാർക്ക് സിറ്റീസിനും നമ്മൾ പറഞ്ഞു. അതായത് ഒരു വേർഡിനെ മാത്രം നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. ഒരു സെൻറ്റൻസിനെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെലക്ട് ഓതറൈസിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാർക്ക് സിറ്റീസും വഴി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നാളെ നമുക്ക് മെയിലിങ്ങും റിവ്യൂവും കഴിഞ്ഞാൽ നമ്മുടെ വീട് കഴിയും. നമ്മൾ വളരെ സ്പീഡായിട്ടാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സിലബസ് പെട്ടെന്ന് കഴിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഓഫീസ് കേട്ടോ. നമ്മൾ സാധാരണ ഞാൻ അതുകൊണ്ടാണ് റെക്കോർഡിങ് വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സിന് ഒരു സ്റ്റുഡൻ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ സെറ്റിങ്സുകൾ കംപ്ലീറ്റ് പറഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു 10-20 ദിവസം 25 ദിവസം വരെ നമ്മൾ MS ഓഫീസ് പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ. മനസ്സിലായോ? അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയണ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പറയണത് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞാൻ പല പ്രാവശ്യം ഈ 10 days കോഴ്സുകൾ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ആദ്യമേ. അപ്പൊ എനിക്ക് കുറച്ച് ടൈപ്പ് ചെയ്യാനും കുറച്ച് അവിടെ ഇവിടുന്നൊക്കെ അറിയാം. പ്രാക്ടീസ് അങ്ങനെ ഇല്ല. വെറുതെ നമ്മളുടെ ഒരു ആവശ്യത്തിന് ഇങ്ങനെ ചെയ്യാം, അത്രേ അറിയുള്ളൂ. പക്ഷെ എനിക്കിപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ വെച്ചപ്പോ കോഴ്സിന് രജിസ്റ്റർ ചെയ്തപ്പോ അവർ അഡ്വാൻസ് എക്സൽ എന്നാ പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചത് ശരിക്കും ബേസിക് അറിയുള്ളൂ, എനിക്ക് കുറച്ചുകൂടി ഫർദർ ആയിട്ട് അറിയണം. അപ്പൊ അവരെന്നെ അഡ്വാൻസ് എക്സലിൽ ബുക്ക് ചെയ്തു. അഡ്മിഷൻ അറിയണില്ലല്ലോ, റിക്രൂട്ടർ ഇല്ല അന്നേരം. അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന്. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അയർലൻഡിന് പോവാൻ വെയിറ്റ് ചെയ്യുക. എനിക്കും ഞാൻ ലീവ് ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്, ഇങ്ങനെ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ അഡ്വാൻസ്ഡ് എക്സലിന്റെ ക്ലാസ് ആരെടുത്തിരുന്നത്? അല്ല, എടുത്തില്ല. അവരെന്നെ ബുക്ക് ചെയ്തോളൂ. ആരോ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ തന്നു അങ്കമാലിന്ന്, അഡ്വാൻസ് എക്സൽ എന്നും പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് അഡ്വാൻസ് എക്സൽ അല്ല. ഞാനപ്പോ വിളിച്ചിരുന്ന ആളടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബേസിക് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഫർദർ ആയിട്ടുള്ള എനിക്ക് കോഴ്സുകൾ MS ഓഫീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നെ ഇതിന്റെ അകത്തേക്കാണ് ബുക്ക് ചെയ്തത്, അഡ്വാൻസ്ഡ് എക്സലിന്റെ ടോപ്പിക്കിലേക്ക് ബുക്ക് ചെയ്തു. ഓക്കെ. അപ്പൊ എനിക്കിപ്പോ നേരം ട്യൂട്ടർ ഇല്ല പെട്ടെന്ന്. പക്ഷെ ഞാൻ ലീവ് എടുത്തു പോയി. എനിക്ക് ഞാൻ ഇവിടുന്ന് ഇനി 10 മാസം ട്രാവൽ ചെയ്യാനിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകെ കോംപ്ലിക്കേഷൻ ആയപ്പോഴാണ് അർജന്റ് ആയിട്ട് അത് ശരി. കാരണം എന്താ വെച്ചാൽ അഡ്വാൻസ്ഡ് എക്സലിന്റെ ബാച്ച് നമ്മൾ വേറെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞതാണ്, അതായത് നിങ്ങൾ ഇത് എന്തായാലും ഇതൊന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. കാരണം അറിയാലോ ഇപ്പോൾ മഞ്ജുവിന് വേണ്ടി മാത്രമാണ് എനിക്ക് കുറച്ച് സമയം ഫ്രീ. ഞാനിതൊന്ന് റെക്കോർഡിംഗ് ഒന്ന് ഓഫാക്കാം.